രാഹുലിനെതിരായ കേസിൽ മുൻകൂർ ജാമ്യം തേടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ഹർജി ഫയൽ ചെയ്ത. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ കേസിൽ ഏറെ ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പകാലം മുൻപ് വരെ. എന്നാൽ വീണ്ടും കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണല്ലോ. വിവരങ്ങൾ. ഉറപ്പായും. കാരണം നമ്മൾ പ്രതീക്ഷിച്ചൊരു നീക്കം തന്നെയാണ് ഇത്. നേരത്തെ ഹൈക്കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു എന്നിടത്തിലേക്കുള്ള സൂചനകൾ വന്നിരുന്നുവെങ്കിലും ഹൈക്കോടതിയിൽ ഇത് നിൽക്കില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇത്തരം കേസുകൾക്ക് ആദ്യം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന രീതി മാറ്റണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അല്പസമയം മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഈ കേസിന്റെ മെറിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് രാഹുൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചില കാര്യങ്ങളെന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഫയൽ ചെയ്തിരിക്കുന്ന മുൻകൂർ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. സ്വാഭാവികമായും ഈ ഹർജിയിൽ വാദം കേൾക്കുമോ അതല്ല അത് തള്ളി ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യം പറയുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇന്ന് തന്നെ ജാമ്യം പരിഗണിക്കുമോ, മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. നിലവിൽ ഇപ്പോൾ ഈ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർ നീക്കങ്ങൾ അല്പസമയത്തിൽ നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജില്ലാ കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയുന്ന ഒരു കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല. കാരണം പെൺകുട്ടിയുടെ നേരിട്ടുള്ള മൊഴിയുണ്ട്. അതിനപ്പുറത്തേക്ക് അല്പസമയം മുൻപ് നെയ്യാറ്റിൻകര കോടതിയിൽ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിയും പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജില്ലാ കോടതി ഹർജി പരിഗണിച്ചാൽ പോലും ഇതിന്റെ മെറിറ്റ് കേൾക്കാതെ ഒരുപക്ഷെ മുൻകൂർ ജാമ്യ ഹർജി തള്ളാൻ സാധ്യതയെന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് രാഹുലിന് തിരിച്ചടിയാകും. പക്ഷേ അതൊരു താൽക്കാലിക തിരിച്ചടി മാത്രമായി നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഹൈക്കോടതിയിലേക്ക് നിയമപരമായി തന്നെ നീങ്ങുക എന്നുള്ളതാണ് രാഹുൽ ഈ മുൻകൂർ ജാമ്യ ഹർജി തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്യുന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന കാര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ BNS-ലെ വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയമല പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അതിൽ പ്രത്യേകിച്ച് തുടർച്ചയായിട്ടുള്ള പീഡനം, അതായത് നിരന്തര പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അത് ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബലാത്സംഗം, നിരന്തരം പീഡിപ്പിക്കൽ, ഉപദ്രവിച്ച് പീഡിപ്പിക്കൽ, അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ, തുടർച്ചയായ ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ, ഗർഭചിത്രം, ഈ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അതാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. ഇതെല്ലാം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ്. മാത്രമല്ല കഠിനമായിട്ടുള്ള കുറ്റം തെളിഞ്ഞാൽ കഠിന ശിക്ഷ ഉറപ്പുള്ള ഒരു കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ എങ്ങനെ ജില്ലാ കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജിയെ പരിഗണിക്കും അല്ലെങ്കിൽ സമീപിക്കും എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും മുൻകൂർ ജാമ്യ ഹർജി ഒളിവിലിരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ തേടിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് തേടിയിട്ടുള്ളത്. അതേസമയം നെയ്യാറ്റിൻകര JFMC 7-ൽ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടി ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ക്രിസ്റ്റീന. രാഹുൽ, ക്ഷമിക്കണം ഷഫീദ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? ഈ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറഞ്ഞത്. ഇപ്പോൾ അതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിരുന്നത് ആ ശബ്ദരേഖ തന്റെയാണോ അല്ലയോ എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന് വ്യക്തമായ ഒരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ ഈ പെൺകുട്ടിയുമായി സൗഹൃദം ഉണ്ടായിരുന്നു, അതായത് അതിജീവിതയുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം. മാത്രമല്ല അതിൻ പ്രകാരം അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയുടെ മൊഴി അതുണ്ട്, രഹസ്യമൊഴിയുണ്ട്. മാത്രമല്ല പോലീസിനെ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണത്തിലെ വിവരശേഖരണത്തിൽ പോലും പെൺകുട്ടി നൽകിയ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ കോടതിക്ക് മുൻപിലേക്ക് ഈ ജാമ്യ ഹർജി വരുമ്പോൾ, മുൻകൂർ ജാമ്യ ഹർജി വരുമ്പോൾ കോടതിയുടെ സമീപനം ഇക്കാര്യത്തിൽ നിർണായകമായി മാറും. ക്രിസ്റ്റീന. ശരി, ലൈംഗിക പീഡന കേസിൽ ഗുരുതര ആരോപണങ്ങൾ വിവരിച്ച പോലീസിന്റെ FIR ഉണ്ട്. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.